ഹായ് നമസ്കാരം. ഇന്ന് നമുക്ക് പഴം വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ. അതിന് എനിക്ക് കുറച്ച് പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ 4 മണിക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. സ്കൂളൊക്കെ പൂട്ടിയിരിക്കുകയല്ലേ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ശർക്കര, കുറച്ച് അരിപ്പൊടി, ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് പഴം കണ്ടല്ലോ, അതേപോലെ ഏലക്കപ്പൊടി. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിക്ക് ശർക്കര ഇട്ട് കൊടുത്തു. ആ ടൈമിൽ നമുക്ക് പഴം തൊലി കളഞ്ഞിട്ട് എടുക്കാം. അങ്ങനെ എല്ലാ പഴവും ഇതേപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ പഴം. അതൊക്കെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശർക്കരപ്പാനി റെഡിയാണ്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയൊരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്തത് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ മാവെല്ലാം കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വാഴക്കപ്പം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാം കോരിയെടുക്കാം കേട്ടോ. ഇതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, എണ്ണയൊന്നും പിടിച്ചിട്ടില്ല. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ ഒരു അടിപൊളി മധുരമൂറുന്ന വാഴക്കപ്പം റെഡി. ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ.